ലോകമെമ്പാടും F-35 ഒരു അഭിനവ പുഷ്പക വിമാനത്തിനെ പോലെയാണ് കണ്ടിരുന്നത്. അമേരിക്കൻ പ്രതിരോധ ശക്തിയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലായി. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ ഈ പൊൻതൂവൽ വെറും കാക്കത്തൂവലാണെന്ന് കുറച്ചുനാൾ മുൻപ് തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ഈ സൂപ്പർ ജെറ്റിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതോടെ ലോകം വലിച്ചെറിയുന്ന അമേരിക്കൻ സൂപ്പർ ജെറ്റായി F-35 മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. F-35 എന്നൊരൊറ്റ 5ാം തലമുറ യുദ്ധവിമാനം കനത്ത നഷ്ടമാണ് നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിക്ക് വരുത്തി വെച്ചിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾ മുൻപ് ബ്രിട്ടന്റെ ഒരു F-35 വിമാനം ഇന്ത്യയിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ, ഇങ്ങ് തിരുവനന്തപുരത്ത് അടിയന്തര സാഹചര്യത്തിൽ ലാൻഡ് ചെയ്തിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇന്ത്യൻ എയർഫോഴ്സിന് അമേരിക്കൻ കമ്പനിയുടെ കർശന താക്കീതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വിമാനം തൊട്ടുപോകരുത്, അതിൽ ഒരുപാട് സുരക്ഷാ രഹസ്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ നിങ്ങളെ സാറ്റലൈറ്റ് വഴി നിരീക്ഷിക്കുന്നുണ്ട്, ജാഗ്രതയെ. ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞു, ആയിക്കോട്ടെ സായിപ്പേ, ഇവിടെ നല്ല മഴയുണ്ട്, വന്നിട്ടിപ്പോ കുറച്ച് ദിവസങ്ങളായില്ലേ, ഒരു ടാർപോളിൻ കൊണ്ട് മൂടിയിടുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ, അല്ല കിടന്ന് തുരുമ്പിക്കണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. 3 ആഴ്ച മരിച്ചു കിടന്ന് പണിഞ്ഞിട്ടും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വിമാനം പറത്തിക്കൊണ്ട് പോവുക എന്ന അമേരിക്കൻ കമ്പനിയുടെ സ്വപ്നം പൂവണിഞ്ഞില്ല. ഒടുവിൽ ബ്രിട്ടീഷുകാർക്ക് പണിയാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് സാക്ഷാൽ ലോക്ഹീഡ് മാർട്ടിൻ ടെക്നീഷ്യൻസ് തന്നെ തിരുവനന്തപുരത്ത് വന്നു. ഈ ചങ്ങാതിയെ പീസാക്കി പൊളിച്ചു മാറ്റി ഹാങ്ങറിൽ കെട്ടിത്തൂക്കി എയർപോർട്ടിൽ നിന്ന് മാറ്റി. ഒടുവിൽ 5 ആഴ്ചത്തെ അവധിക്കാലം കഴിഞ്ഞ് F-35 കേരളം വിട്ട് മാനം തൊട്ടപ്പോഴും അമേരിക്കയ്ക്ക് പോയ മാനം തിരികെ വന്നില്ല. പോയ മാനം തിരിച്ചു പിടിക്കാൻ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കാൻ അയച്ച B-2 ബോംബർ വിമാനങ്ങൾക്കൊപ്പം അകമ്പടിയായി ഈ ചങ്ങാതി അയച്ചു നമ്മുടെ F-35. ഇറാനിൽ വിജയകരമായി പൂർത്തീകരിച്ച ദൗത്യത്തിനെ ചൂണ്ടിക്കാട്ടി ട്രംപ് അമേരിക്കൻ പോർവിമാനങ്ങളുടെ എന്ന് വീമ്പിളക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന വാഗ്ദാനവുമായാണ്. ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതുകൊണ്ട് എല്ലാ സുഹൃത്ത് രാജ്യങ്ങളുടെയും സഖ്യകക്ഷികളുടെയും മേൽ US സൈനിക ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ നടപ്പിലാക്കാമെന്നായിരുന്നു മൂപ്പിൽസിന്റെ പ്ലാൻ. അതുവഴി F-35 കച്ചവടവും പൊടിപിടിക്കുമെന്ന് ലോക്ഹീഡ് മാർട്ടിൻ മുതലാളിയും കരുതി. എന്നാൽ ട്രംപിന്റെ സ്വഭാവ മഹിമ കൂടിപ്പോയത് കൊണ്ട് ലോക്ഹീഡ് മാർട്ടിന് കിട്ടിയതാകട്ടെ കോടിക്കണക്കിന് ഡോളറിന്റെ ഷോക്കായിരുന്നു. പുതിയ ജെറ്റുകൾ വിൽക്കുന്ന കാര്യം പോട്ടെ, ട്രംപ് ജനുവരിയിൽ വൈറ്റ് ഹൗസിൽ എത്തുന്നതിന് മുൻപ് ഒപ്പിട്ട ഓർഡറുകൾ നിലനിർത്താൻ പോലും കമ്പനി ഇപ്പോൾ പെടാപ്പാട് പെടുകയാണ്. F-35 പ്രോഗ്രാമിനെ ഇപ്പോൾ റദ്ദാക്കലുകളുടെയും പുനഃപരിശോധനകളുടെയും നിരാകരണങ്ങളുടെയും ഒരു തരംഗം തന്നെ പിടികൂടിയിരിക്കുകയാണ്. അതിനു പുറമെ നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വേറെയും. ഭാരിച്ച വില, TR-3 സോഫ്റ്റ്വെയർ നവീകരണത്തിലെ കാലതാമസം, എഞ്ചിൻ ആധുനികവൽക്കരണത്തിലെ പരാജയങ്ങൾ, അമിതമായിട്ടുള്ള മെയിൻ്റനൻസ് ചെലവുകൾ, അതിൻ്റെ കൂടെ ട്രംപിന്റെ മോഡേൺ ശൈലിയും താരിഫുകളും കൂടെ ആയപ്പോൾ തികഞ്ഞു. കാനഡയെ 51ാമത്തെ US സംസ്ഥാനമാക്കും എന്ന ഭീഷണി, ഗ്രീൻലാൻഡ് തട്ടിയെടുക്കുന്നതിനെ കുറിച്ചുള്ള തമാശകൾ, നിന്ന നിൽപ്പിന് കാലുമാറുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം, ഇതൊക്കെ തന്നെ പല രാജ്യങ്ങളെയും അസ്വസ്ഥമാക്കി. എന്നാൽ അതിന്റെ എല്ലാം തന്നെ പരിണിത ഫലം അനുഭവിച്ചത് ഈ ലോക്ഹീഡ് മാർട്ടിൻ ആയിരുന്നു. വിമാന കമ്പനി 3 രാജ്യങ്ങൾ 2025 തങ്ങളുടെ F-35 ഓർഡറുകൾ റദ്ദാക്കി. ഒരു രാജ്യം ഓർഡർ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടു, മറ്റൊരു രാജ്യം മികച്ച ഓഫറുകൾ ലഭിച്ചിട്ടും ഓർഡർ പൂർണ്ണമായി നിരാകരിച്ചു, വേണ്ട എന്ന് പറഞ്ഞു. മൊത്തത്തിൽ ലോക്ഹീഡ് മാർട്ടിന് കൺഫേം ആയിട്ടുള്ള 150 F-35 വിൽപ്പനകൾ നഷ്ടപ്പെട്ടു. 72 ജെറ്റുകളുടെ കാര്യം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ട്രംപിന്റെ വിശ്വാസതയില്ലായ്മ, F-35 ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള US നിയന്ത്രണങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോർച്ചുഗലാണ് ആദ്യം പിന്മാറിയത്. പകരം വില കുറഞ്ഞതും വിശ്വസനീയവുമായ സ്വീഡിഷ് ഗ്രീപ്പൻ ആണ് അവർ തിരഞ്ഞെടുത്തത്. വിമാനത്തിന്റെ ഭാരിച്ച ആയുഷ്കാല മെയിൻ്റനൻസ് ചെലവുകളും രാജ്യത്തിന് മേൽ ട്രംപ് ചുമത്തിയ അമിത താരിഫും ചൂണ്ടിക്കാട്ടി സ്വിറ്റ്സർലാൻഡും പിന്മാറി. F-35 ഉൾപ്പെടെയുള്ള അമേരിക്കൻ വിമാനങ്ങൾ വാങ്ങാനുള്ള $7.24 ബില്യൺ പദ്ധതിയാണ് സ്പെയിനും റദ്ദാക്കി. പക്ഷെ F-35 മിസൈൽ പോലൊരു പ്രഹരമേറ്റത് ഇന്ത്യ ലോക്ഹീഡ് മാർട്ടിന്റെ ഓഫർ നിരസിച്ചപ്പോഴായിരുന്നു. US നിയന്ത്രണങ്ങളോ നിരീക്ഷണങ്ങളോ പ്രവർത്തന വ്യവസ്ഥകളോ ഉള്ള ഒരു യുദ്ധവിമാനം ഇന്ത്യക്ക് വേണ്ട. പകരം ഇന്ത്യ തിരഞ്ഞെടുക്കാൻ പോകുന്നതായിക്കോട്ടെ റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57.
ഇതെല്ലാം പോട്ടെ, F-35 പ്രോഗ്രാമിലെ സ്ഥാപക പങ്കാളി കൂടിയായ കാനഡ കൂടെ കൈമറത്തിയതോടെ ലോക്ഹിഡ് മാർട്ടിന് കരയുവാൻ ഇനി കണ്ണുനീരില്ല എന്നാണ് കേൾക്കുന്നത്. F-35 ഭാരിച്ച മെയിൻ്റനൻസ് ചെലവും ട്രംപിന്റെ വിശ്വാസതയില്ലായ്മയും കാരണം കാനഡ തങ്ങളുടെ മുഴുവൻ ഓർഡറും പുനഃപരിശോധിക്കുകയാണ്. ഒപ്പം സ്വീഡന്റെ ഗ്രീപ്പൻ യുദ്ധവിമാനങ്ങളുടെ മെച്ചപ്പെട്ട ഓഫറും കാനഡയ്ക്കുണ്ട്. കാനഡ ഒരുപക്ഷെ F-35 വേണ്ടെന്ന് വെച്ചാൽ $50 ബില്യൺ കച്ചവടമായിരിക്കും അമേരിക്കയ്ക്ക് നഷ്ടമാകുക. അങ്ങനെ അമേരിക്കൻ ജെറ്റുകൾ ലോകത്തിനെ വിറപ്പിക്കുമെന്ന ട്രംപിന്റെ വാക്കുകൾ സത്യമായിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇപ്പോൾ F-35 കാണുമ്പോൾ ജീവനും കൊണ്ട് ഓടുകയാണ്. ഒരു ജൂനിയർ മാൻഡ്രക്കിനെ കണ്ടതുപോലെ. ആർക്കും വേണ്ടാതെ കിടക്കുന്ന ലോഡ് കണക്കിന് F-35 വിമാനങ്ങൾ ഗരാഷിൽ കെട്ടിക്കിടക്കുന്ന ലോക്ഹിഡ് മാർട്ടിൻ കമ്പനിക്ക് നമ്മൾ മലയാളികൾക്ക് ഈ അവസരത്തിൽ ഒരുപക്ഷെ ഒരു ചെറിയ സഹായം വിചാരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അതുതന്നെ നല്ല നീളവും വീതിയും കൂടിയ ഒരു വലിയ ടാർപോളിൻ ഷീറ്റ് അങ്ങ് അമേരിക്കയിലേക്ക് അയച്ചു കൊടുക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.